ഹേയ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ സെൽഫ് പോർട്രേറ്റ് ആണേ. അപ്പോൾ ഞാൻ പണ്ട് എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറിയിൽ സേവ് ചെയ്തിട്ടിരുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് വളരെ നാളായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പം ഈ അടുത്തിടെ ഞങ്ങളവിടെ ഒരു ഷോപ്പ് വന്നപ്പോഴാണ് അവിടെ DIY സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ഇങ്ങനെ ഐറ്റംസൊക്കെ കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പേപ്പറുണ്ട്, ക്രേ പേപ്പർ എന്ന് പറയുന്നത്. ആ ഒരു സംഭവം, ആ ഒരു പേപ്പർ ഒരു 5-6 വാങ്ങിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചു. ഒരു 7-8 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്കത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു താമരയുടെ ഇലയുടെയൊക്കെ ഒരു തീമിലുള്ള ഒരു ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ലീഫാണ് ആദ്യമേ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതൊന്ന് വട്ടത്തിൽ, ആ ഒരു പേപ്പറൊന്ന് വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമുക്ക് നൂൽക്കമ്പി വേണം. ഇതും ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ ഇലകളിലും ഒട്ടിക്കണം. ഒരു 3-4-5 നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതെടുത്തിട്ട് ഇതേപോലെ ഒരു 2 എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഒന്ന് കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ആ ഒരു പേപ്പറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ. കാരണം ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു ഇലയുടെ ഒരു ഷേപ്പ് ഇങ്ങനെ വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അവസാനം നമുക്ക് കാണിച്ചു തരാം. അതിനുശേഷം എനിക്ക് എൻ്റെ കയ്യിലൊരു വെള്ള പേപ്പറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് ഒരു ഫ്ലവറും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ കുറച്ച് നീണ്ട വലുപ്പത്തിൽ നമ്മളിങ്ങനെ ഫ്ലവറിൻ്റെ പെറ്റൽസ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളിതുപോലെ ആ ഒരു നൂൽക്കമ്പി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന കമ്പികൾ അറ്റത്തുനിന്നത് കട്ട് ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് തീരാൻ ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതലെടുത്ത് കാണും. കയ്യിലൂടെയൊക്കെ വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട്. അപ്പോൾ ഒരു 5-6 ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും തന്നെ മതിയാകും. അപ്പം പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ സംസാരിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ പല്ലി കമ്പി ഇട്ടതിന് ശേഷം കൊടുത്തിട്ടുള്ള വോയിസ് ഓവറാണ്. അതുപോലെ കമ്പി ഇട്ടതിന് ശേഷം ഉള്ള എൻ്റെ ആദ്യത്തെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഈ സംസാരിക്കുന്നതിനകത്ത് ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അത് ആദ്യത്തെ കുറച്ച് നാൾ അങ്ങനെ ആയിരിക്കും. സോ നിങ്ങൾ കുറച്ചൊരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതെല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സാധാരണ ഇവിടെ അയ്യത്തൊക്കെ കിടക്കുന്ന കമ്പുണ്ടല്ലോ, അതെടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തോട്ട് ഇത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നു, ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വയർ ഉപയോഗിച്ചിട്ട് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തിനാണ് കമ്പി ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പേപ്പർ നന്നായിട്ട് ഇങ്ങനെ വളച്ചെടുത്ത് ആ ഒരു ഇലയുടെ ഷേപ്പിന് ആക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച എക്സാക്റ്റ് പേപ്പർ ഇതായിരുന്നില്ല, ക്രേ പേപ്പർ. ഇതിന് കുറച്ചും കൂടെ കട്ടിയിട്ട് അത് കിട്ടിയിരുന്നെങ്കിൽ കറക്റ്റ് ഒറിജിനാലിറ്റി ഉണ്ടായിരുന്ന ഒരു ഇലയ്ക്ക്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇനി അതെല്ലാം ഒന്ന് സ്റ്റാൻഡ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തെർമോക്കോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് രാത്രിയിലാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത് എപ്പോഴും. ഇനി നമുക്ക് മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുന്നേ ഉള്ളൂ. പൂവൊക്കെ വന്നിട്ട് നല്ല അടിപൊളി കുളമായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇതായിരുന്നു ഒരു ചെറിയൊരു സെറ്റപ്പായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഡിസപ്പോയിൻമെൻറ്റ് വന്നെന്ന് പറയുന്നത് പല്ലി കമ്പിയിട്ടപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എപ്പോഴും ഇങ്ങനെ തുറന്നു വരുന്നതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു പോസ് ചെയ്യാനൊക്കെ. അത് ആകെപ്പാടെ എനിക്ക് വിഷമമായി. പിന്നെ അങ്ങനെ ഇത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഫുള്ളായിട്ട് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെപ്പാട് ദേഷ്യം വന്നിട്ട്, കാരണം ഈ ഇലകളൊക്കെ ഇങ്ങനെ സ്റ്റാൻഡ് കുത്തി വെച്ചിരുന്ന എല്ലാം ഓരോന്നായിട്ട് വീഴും. ആകെ എന്താ പറയുക, മനസ്സിനൊട്ടും തന്നെ ഇഷ്ടമില്ലാതായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫോട്ടോ നല്ലതായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഈ കാണുന്നത്. സത്യത്തിൽ എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് എല്ലാം എടുത്ത് വലിച്ചെറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നല്ലൊരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഞാൻ ബാക്കി കൊടുത്തേക്കാം. சொன்னதெல்லாம் பகலிலே புரிவே